സംസാരിക്കാൻ വരുന്നതൊക്കെ കൊള്ളാം, ഒന്നുകിൽ സമാധാനം അല്ലെങ്കിൽ സർവനാശം. പാകിസ്ഥാനിൽ നടക്കാനിരിക്കുന്ന ഉന്നതതല ചർച്ചകൾക്ക് തൊട്ടുമുൻപ് ഇറാനിയൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാക്കർ ഗാലിബാഫിന്റെ മുന്നറിയിപ്പ് വെറും വാക്കുകളല്ല. നയതന്ത്രത്തിന്റെ മേശപ്പുറത്ത് സമാധാന ചർച്ചകൾ അത് അതിന്റെ വഴിക്ക് നടക്കും. എന്നാൽ അണിയറയിൽ ആയുധങ്ങൾ മൂർച്ച കൂട്ടുകയാണോ ഇറാൻ എന്നാണ് ഈ പ്രസ്താവനയിലൂടെ ഉരുത്തിരിയുന്ന ചോദ്യം. നിർണായകമായ ഒരു സന്ധിയിലാണ് ഇറാനിയൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാക്കർ ഗാലിബാഫിന്റെ ഈ വാക്കുകൾ പുറത്തുവരുന്നത്. ആഗോള രാഷ്ട്രീയത്തിൽ ഒരു ഭൂകമ്പം തന്നെയാണ് ഈ വാക്കുകൾ സൃഷ്ടിക്കുന്നത്. സമയം കടന്നിരിക്കുന്നു. വെറും ഒരു മുന്നറിയിപ്പല്ല, മറിച്ച് ഒരുപക്ഷെ വരാനിരിക്കുന്ന വലിയൊരു മാറ്റത്തിന്റെ അല്ലെങ്കിൽ വൻ ശക്തികൾ തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലിന്റെ സൂചനയാണോ എന്നാണ് ലോകം ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. ആധുനിക യുഗത്തിൽ നയതന്ത്രം എന്ന് പറഞ്ഞാൽ അത് അടച്ചിട്ട മുറികളിൽ മാത്രമല്ല, ഡിജിറ്റൽ ഇടങ്ങളിലും കൂടിയാണ് നടക്കുന്നത് എന്ന് ഗാലിബാഫ് തെളിയിച്ചിരിക്കുന്നു. ഇറാന്റെ പരമ്പരാഗത തന്ത്രപരമായ ജാഗ്രതയും അതോടൊപ്പം അവരുടെ ഉരുക്കുപോലുള്ള ദൃഢനിശ്ചയം ഒരേ സമയം ലോകത്തിനു മുന്നിൽ തുറന്നു കാട്ടാൻ അദ്ദേഹം തിരഞ്ഞെടുത്തത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളെയാണ്. ഒരു കാലത്ത് പേർഷ്യൻ സാമ്രാജ്യം എന്ന് പറഞ്ഞാൽ അവിടെ വാളുകൊണ്ടും ദൂതന്മാരിലൂടെയും ഒക്കെയാണ് സന്ദേശങ്ങൾ അയച്ചിരുന്നത്. എന്നാൽ ഇന്ന് ആധുനിക മാധ്യമങ്ങൾ അവിടെ സജീവമാണ്. നിമിഷ നേരം കൊണ്ട് തന്റെ നിലപാട് ലോകത്തിനു മുന്നിൽ ഗാലിബാഫ് വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇതൊരു വെറും വാക്കല്ല, അമേരിക്കയ്ക്കും അവരുടെ സഖ്യകക്ഷികൾക്കുമുള്ള അന്ത്യശാസ്ത്രമാണ്, കൃത്യമായ അന്ത്യശാസ്ത്രം. താൽക്കാലികമായി നിലനിൽക്കുന്ന വെടിനിർത്തൽ അതൊരു സ്ഥിരം പരിഹാരമല്ല എന്നും ഇറാന്റെ താല്പര്യങ്ങൾ അതിന് തന്നെയാണ് മുൻഗണന, അത് സംരക്ഷിക്കണം, അത് സംരക്ഷിക്കപ്പെടാത്ത പക്ഷം ഈ ശാന്തത നിലനിൽക്കില്ല എന്നും അദ്ദേഹം അടിവരയിടുന്നു. ഹോർമൂസ് കടലെടുക്ക് മുതൽ മെഡിറ്ററേനിയൻ കടൽ വരെ നീളുന്ന ഇറാന്റെ സ്വാധീന മേഖലകൾ, അവിടെ പാശ്ചാത്യ സാന്നിധ്യത്തെ ഇനി ഭരിക്കാൻ അനുവദിക്കുകയില്ല. അത് വെല്ലുവിളിക്കപ്പെടാൻ ഇനി അധികം സമയമില്ല എന്നതാണ് ഈ ഡിജിറ്റൽ വാർണിംഗ് വഴി പുറത്തു വരുന്നത്. ഇറാന്റെ നിലപാടുകൾ ഒരിക്കലും കേവലമായ വൈകാരികമായ പ്രതികരണങ്ങളായി തള്ളിക്കളയാനാകില്ല. ദീർഘകാലാടിസ്ഥാനത്തിലുള്ള തന്ത്രപരമായ ലക്ഷ്യങ്ങൾ അതിന്റെ പിന്നിലുണ്ട്. വർഷങ്ങളായ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ ശ്വാസം മുട്ടിക്കുന്ന ഒന്ന് തന്നെയാണ് അമേരിക്കൻ സാമ്പത്തിക ഉപരോധങ്ങൾ. അത് പിൻവലിക്കണം എന്നത് തന്നെയാണ് ഇറാൻ മുന്നോട്ട് വെച്ചിട്ടുള്ള ഏറ്റവും സുപ്രധാനമായ ആവശ്യം. സാധാരണക്കാരുടെ ജീവിതം ദുസ്സഹമാക്കുന്ന ഒന്നും, ഇത്തരത്തിലുള്ള ഏകപക്ഷീയമായ നീക്കങ്ങൾ ഒന്നും തുടരാൻ ഇറാൻ അനുവദിക്കുകയില്ല. അത്തരം നീക്കങ്ങൾ തുടരുകയാണെങ്കിൽ അവിടെ സമാധാന ചർച്ചകൾക്ക് സ്ഥാനമില്ല എന്ന് തന്നെയാണ് ഇറാൻ പറയുന്നത്. സ്വയം പ്രതിരോധത്തിന് ആഭ്യന്തര ഊർജ്ജ ആവശ്യങ്ങൾക്കുമായി ആണവ സാങ്കേതിക വിദ്യ വികസിപ്പിക്കാനുള്ളത് ഇറാൻ തങ്ങളുടെ അവകാശമായി കാണുന്നു. ആ അവകാശത്തെ അന്താരാഷ്ട്ര സമൂഹം ഔദ്യോഗികമായി അംഗീകരിക്കണമെന്നും അവർ ആവശ്യപ്പെടുന്നുണ്ട്. അതിനു പുറമെ അവർ പറയുന്നത് മിഡിൽ ഈസ്റ്റിലെ അമേരിക്കൻ സൈനിക സാന്നിധ്യം മേഖലയിലെ അസ്ഥിരതയ്ക്കുള്ള ഒരു പ്രധാന കാരണമാണ്. തങ്ങളുടെ പരമാധികാരവും ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ് എന്നറിയപ്പെടുന്ന സഖ്യകക്ഷികളുടെ സുരക്ഷയും സംരക്ഷിക്കുന്ന കാര്യത്തിൽ ഇറാൻ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല. പ്രാദേശികമായ സുരക്ഷാ കാര്യങ്ങളുണ്ട്. അവിടെ ഇറാന്റെ സ്വാധീനം ഉറപ്പാക്കുന്നതിലൂടെ മാത്രമേ ശാശ്വതമായ സമാധാനം സാധ്യമാകൂ എന്നതാണ് അവരുടെ നിലപാട്. പാകിസ്ഥാനിൽ അതേസമയം നടക്കാനിരിക്കുന്ന ഉന്നതതല ചർച്ചകൾക്ക് തൊട്ടു മുൻപ് ഗാലിബാഫ് ഈ പ്രസ്താവന നടത്തിയത് തികച്ചും കണക്കുകൂട്ടി തന്നെയാണ്. അമേരിക്കയിൽ നിന്നുള്ള പ്രതിനിധികളുമായി നേർക്കുനേർ സംസാരിക്കുന്നതിന് മുൻപ് തന്നെ തങ്ങളുടെ സ്റ്റാൻഡ് ഇതാണെന്ന് ഇറാൻ വ്യക്തമാക്കി കഴിഞ്ഞു. ലെബനന്റെ വിധിയോ പലസ്തീൻ വിഷയമോ ഇറാന്റെ മറ്റ് ആവശ്യങ്ങളിൽ നിന്ന് വേർപെടുത്താൻ സാധിക്കില്ല എന്ന കർശന നിലപാടാണ് ഇവർക്കുള്ളത്. ഇസ്ലാമാബാദിൽ ഗാലിബാഫ് ഇറാനിയൻ ഭാഗത്തെ നയിക്കുമ്പോൾ ലോകം കാത്തിരിക്കുന്നത് അവിടെ നിന്ന് ഒരു ധവളപത്രം പുറത്തുവരുമോ അതോ ചർച്ചകൾ പരാജയപ്പെടുമോ എന്നറിയാനാണ്. എന്തായാലും ഇതൊരു ഭൗമരാഷ്ട്രീയ പ്രതിസന്ധിയാണ്. അതൊരു നയതന്ത്രപരമായ തർക്കത്തിൽ ഒതുങ്ങുന്നില്ല എന്നാണ് വിലയിരുത്തൽ. എന്നാൽ ഇത് ലോക സമ്പദ് വ്യവസ്ഥയുടെ അടിത്തറയെ തന്നെ ഉലയ്ക്കാൻ ശേഷിയുള്ളതാണ്. ഇറാനിയൻ പാർലമെന്റ് സ്പീക്കർ ഗാലിബാഫ് സൂചിപ്പിച്ചതുപോലെ നയതന്ത്രത്തിന്റെ ജാലകങ്ങൾ അടയുകയും മേഖലയിൽ വീണ്ടും സൈനിക നീക്കങ്ങൾ ആരംഭിക്കുകയും ചെയ്താൽ അതിന്റെ പ്രത്യാഘാതങ്ങൾ ചിന്തിക്കുന്നതിനും അപ്പുറമായിരിക്കും. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണ വിതരണ പാതയാണ് ഹോർമൂസ്. അവിടെ ഉണ്ടാകുന്ന ഒരു ചെറിയ ചലനം പോലും ആഗോള വിപണിയിൽ എണ്ണവില കുതിച്ചുവരാൻ കാരണമാകുന്ന ഘടകങ്ങളാണ്. ഇന്ധനവിലയിൽ ഉണ്ടാകുന്ന ഈ വർധനവ് ഉൽപ്പന്നങ്ങളുടെ കടത്തുകൂലി കൂട്ടും, ലോകമെമ്പാടും രൂക്ഷമായ വിലക്കയറ്റം ഉണ്ടാക്കും. നിലവിൽ തന്നെ വളർച്ചാ മുരടിപ്പും ഉയർന്ന പണപ്പെരുപ്പവും നേരിടുന്ന ഒന്നാണ് അമേരിക്കൻ സമ്പദ് വ്യവസ്ഥ. അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയെ ഇത് സ്റ്റാഗ്ഫ്ലേഷൻ എന്ന അതീവ ഗുരുതരമായ അവസ്ഥയിലേക്ക് തള്ളിവിടും. വികസ്വര രാജ്യങ്ങളെ വികസിത രാജ്യങ്ങളെ ഒരുപോലെ ബാധിക്കുന്ന ഒരു വലിയ സാമ്പത്തിക തകർച്ചയിലേക്ക് ഈ യുദ്ധ സാഹചര്യം ലോകത്തെ നയിച്ചേക്കാം എന്നതാണ് അന്താരാഷ്ട്ര സമൂഹത്തെ ഇപ്പോൾ ഭയപ്പെടുത്തുന്നത്. എന്തായാലും മുഹമ്മദ് ബാക്കർ ഗാലിബാഫിന്റെ വാക്കുകൾ ഒരു രാഷ്ട്രീയ പ്രസ്താവനയെ തള്ളിക്കളയാനാകില്ല, മറിച്ച് തങ്ങളുടെ നിലപാടുകളിൽ നിന്ന് ഇറാൻ ഒരു ഇഞ്ച് പോലും പിന്നോട്ടില്ല എന്നതിന്റെ വ്യക്തമായ സൂചനയാണ്. സ്വന്തം രാജ്യത്തിന്റെ പരമാധികാരവും സാമ്പത്തിക താല്പര്യങ്ങളും മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു കരാറിന് മാത്രമേ തങ്ങൾ തയ്യാറുള്ളൂ എന്ന ലോകത്തോട് ഇറാൻ പറയുകയാണ്. അതേസമയം കൈവിട്ടു പോവുകയാണ് പശ്ചിമേഷ്യയിൽ ഒരു ശാശ്വത സമാധാനം പുലരണോ അതോ മേഖല വീണ്ടും നിയന്ത്രണാതീതമായ യുദ്ധത്തിലേക്കും വിനാശത്തിലേക്കും വഴുതി വീഴണോ എന്ന ചോദ്യം. വരും ദിവസങ്ങളിൽ വാഷിംഗ്ടൺ സ്വീകരിക്കുന്ന നയങ്ങളെയും വിട്ടുവീഴ്ചകളെയും ആശ്രയിച്ചിരിക്കും ഇതിന്റെ മറുപടി. ഇന്ന് ലോകം മുഴുവൻ ഇസ്ലാമാബാദിലേക്ക് ഉറ്റുനോക്കുന്ന ഒരു കാര്യമുണ്ട്. അവിടെ ചർച്ച നടക്കുകയാണ്. ചർച്ചാമേശകളിൽ ഉരുത്തിരിയുന്ന തീരുമാനങ്ങൾ അത് നിശ്ചയിക്കുന്ന രണ്ട് രാഷ്ട്രങ്ങളുടെ
ഭാവി മാത്രമല്ല, മറിച്ച് ആഗോള സമാധാനത്തിന്റെ ഭാവി കൂടിയാണ്. അതുകൊണ്ടാണ് ഗാലിബാഫ് സൂചിപ്പിച്ചതുപോലെ നയതന്ത്രം ഇവിടെ പൂട്ടപ്പെടുകയാണോ എന്ന് ചിന്തിക്കുന്നത്. ഓരോ സെക്കൻഡും വിലപ്പെട്ടതാണ്. സമാധാനത്തിനായുള്ള ഈ അവസരം പാഴാക്കരുത്. അത് പാഴാക്കിയാൽ അതിന്റെ പ്രത്യാഘാതം പശ്ചിമേഷ്യയുടെ അതിരുകൾ കടന്ന് ആഗോള സമ്പദ് വ്യവസ്ഥയും സുരക്ഷയും തകിടം മറിക്കും എന്നതിൽ തർക്കമില്ല എന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.